പക്ഷേ കാട്ടാനശല്യം മാത്രമല്ല, ഇവിടെ പുലിപ്പേടിയിലും കൂടിയാണ് ആളുകൾ ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. കാനത്തൂർ മേഖലയിൽ പുലിയെ കണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുലിയുണ്ടോ എന്ന കാര്യത്തിൽ വനംവകുപ്പിന് വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. പുലിഭീതി പരന്നതോടെ വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കുന്നതും തിരികെ കൊണ്ടുവരുന്നതും രക്ഷിതാക്കളാണ്. കാനത്തൂർ ഭാഗത്ത് പുലിയെ നേരിട്ട് കണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വളർത്തുപട്ടികളെ കാണാനില്ലെന്നും പുലി പിടിച്ചെന്നുമാണ് സംശയം. ഈ കാട്ടിൽ പുലിയുണ്ട് എന്നുള്ളത് പല പ്രാവശ്യം ഞങ്ങൾ അയൽവാസികളെല്ലാം പുലിനെ കണ്ടു. ഒരാളല്ല, രണ്ടാൾ കണ്ടു പുലിയെ. ഒന്ന് അരമണിക്കൂർ ഗ്യാപ്പിൽ 2 പുലിനെ കണ്ടു. പിന്നെ പേരെടുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പശു കിടാവിനെ കൊന്നു തിന്നു. പിന്നെ ഒരുപാട് പട്ടികളെ 2-3 ദിവസമായിട്ട് പട്ടികൾ കാണുന്നില്ല. പല സ്ഥലത്തും പുലിനെ കാണുന്നുണ്ട്. അപ്പോൾ ഫോറസ്റ്റുകാർ ഇപ്പോൾ മിനിയാന്ന് ആ പട്ടിയുടെ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിച്ചിട്ട് പറഞ്ഞത് അത് പുലിയല്ല, ഒരു കത്തപ്പുലി എന്ന് പറഞ്ഞ സംഭവം ചെറിയതാണ്, അതാണെന്ന് അവർ പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാർ മുഴുവൻ ഭീതിയിലാണ്. കുട്ടികളെല്ലാം സ്കൂൾക്ക് രക്ഷിതാക്കൾക്കൊന്നും പണിക്ക് പോകാൻ പറ്റുന്നില്ല. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരുന്ന പണിയാണ് ഇപ്പോൾ. എല്ലാം ഫോറസ്റ്റ് ഏരിയയിലാണ് ഞങ്ങളെ നാടുള്ളത്. പുലിയുണ്ടെന്ന് വനം വകുപ്പ് സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും സാന്നിധ്യം തള്ളുന്നില്ല. കൂടെത്തിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങി. കാട്ടുപോത്തും ഈ മേഖലയിൽ ഇറങ്ങിയതായും സംശയമുണ്ട്. ജനവാസ മേഖലയിൽ ഭീതി വിതച്ച് കാട്ടാനം കൂട്ടം എത്തിയതിനു പിന്നാലെ പുലി ഭീഷണിയും ഉയർന്നതോടെ വനാതിർത്തികളിൽ കഴിയുന്നവരുടെ ആശങ്ക വർദ്ധിച്ചു. ആനക്കൂട്ടങ്ങളെ ഉൾക്കാട്ടിലേക്ക് തിരികെ അയക്കാനുള്ള ശ്രമം വനപാലകർ ദിവസങ്ങളായി തുടരുകയാണ്. 2ആയി പിരിഞ്ഞ ആനക്കൂട്ടം പല വഴിക്ക് തിരിഞ്ഞതോടെ ദൗത്യം നീണ്ടു. പുലിപ്പറമ്പ് സൗരോർജ്ജ വേലി തകർന്നെത്തിയ ആനക്കൂട്ടങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, കാസർഗോഡ്.